നാടുപാടിനും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞ് നമ്മളെ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ മിത്തായിട്ടുണ്ടായിരുന്ന മഹാബലി ഇവിടെ സമ്പൽ സമൃദ്ധവും ഐശ്വര്യവും എല്ലാം കൊടുത്തു. അപ്പൊ അങ്ങനെ മാവേലി നന്നായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മാവേലിയെ ചവിട്ടി മണ്ണിലേക്ക് താഴ്ത്തത്. അതുപോലെ നമുക്ക് സന്തോഷം തരുന്നവരെല്ലാം തല്ലി കിടക്കുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഏറ്റവും 28 വർഷക്കാലം ഞാൻ മലയാള പ്രൊഫഷണൽ നാടക വേദിയിൽ നാടകം കളിച്ചിട്ടുണ്ട്. അതിൽ മേക്കപ്പ് ചെയ്യാതെ നാടകം കളിച്ചത് മണിച്ചേട്ടൻ നമ്മളെ വിട്ട് പോയി എന്നറിഞ്ഞാണ്. അതിന്റെ കാലൊടിഞ്ഞു പോയിട്ട് ക്ലാസ്സിലിട്ട് നാടകം കളിക്കുന്ന വിഷയം അത് പറയുമ്പോൾ വല്ലാത്ത പ്രയാസമുണ്ട്. കാരണം അത്രത്തോളം ഇഷ്ടമായിരുന്നു, എനിക്കിഷ്ടമായിരുന്നു, എന്നെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ എൻ്റെ വീടിനടുത്താണ് കരിമാടിക്കുട്ടൻ സിനിമ ഷൂട്ട് ചെയ്തത് കാവാലത്ത്. അപ്പോൾ ഇവര് ഷൂട്ടിങ്ങിന്റെ ഇടവേളകളിൽ ഇങ്ങനെ എൻ്റെ ഒരു അനുജനുണ്ട്, ശ്യാമെന്ന് പറയും, ഇവിടെ അറിയാമല്ലോ, എപ്പോഴും വരാറുള്ളത്. അവർ രണ്ടുപേരുടെ വാശിക്ക് ഷാപ്പിനകത്ത് ഇരുന്ന് പാട്ട് പാടുന്നത്, പരസ്പരം പാട്ട് പാടുന്നു. അവസാനം പാട്ട് പാടി ശ്യാമിന്റെ അനിയന്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് മണിച്ചേട്ടൻ ഷർട്ട് ഊരി കൊടുത്ത് അവിടെ കറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഞാനിപ്പോൾ നാടകത്തിൽ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഒരു തരത്തിൽ മനുഷ്യരെ കാണാൻ പറ്റുന്നത് എൻ്റെ ജീവിതത്തിൽ കുറെ കാലത്തിന് ശേഷം മണിച്ചേട്ടൻ പോയതിനു ശേഷമാണ് ഇങ്ങനെ പറയാൻ തുടങ്ങിയത്. ഈ നാടകത്തിലെ കലാപന്മണിയാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അത് ഒരുപാട് സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ ഞാൻ പറയും, അങ്ങനെ വരുന്ന ആ തട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതിന്റെ താഴെ ഞാൻ കുറട്ടിയിട്ടിരുന്നോളാം. അതാണ് എന്റെ ആഗ്രഹം. ആ പേര് പറയുന്നതിന്റെ കൂട്ടത്തിൽ എന്റെ പേര് ഒരിക്കലും പറയരുതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ഇഷ്ടക്കൂടുതലുണ്ട്. അല്ലാതെ അങ്ങനൊന്നും അല്ല. ആ മനുഷ്യന്റെ അപ്പുറത്തോടും ഇല്ല ഇപ്പുറത്തോടും ഇല്ല. ക്രിസ്തുവിന് ശേഷവും ക്രിസ്തുവിന് മുൻപും എന്നൊക്കെ പറയുന്ന പോലെ മണിച്ചേട്ടന് അപ്പുറവും മണിച്ചേട്ടന് ഇപ്പുറവും ഇല്ല. മണിച്ചേട്ടൻ എപ്പോഴും നമ്മുടെ കൂടെ. അതാണ് അങ്ങനെ ഒരു പലരും പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഈ 2005 നമ്മുടെ ഇവിടുത്തെ ഒരു ഓഡിറ്റോറിയം ചാലക്കുടി പാലക്കുടി, ഇപ്പൊ പാലക്കുടത്തിന് മുമ്പ് ഒരു ഓഡിറ്റോറിയത്തിൽ മണിച്ചേട്ടനോട് പണ്ട് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടന്ന, അതിനുശേഷം കാർ ഓടിച്ചുകൊണ്ട് നടന്ന ഒരാൾ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന് കുടുംബസഹായ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി 3 നാടകങ്ങൾ വെച്ചു. 3 വെച്ചതും സിനിമാ താരങ്ങളെ ബന്ധപ്പെട്ട നാടകങ്ങളാണ്. ഒന്ന് രാജൻപീരിന്റെ ട്രൂപ്പ്, ഞാൻ അവിടെ രാജൻപീരിന്റെ ട്രൂപ്പിൽ അഭിനയിക്കും, ജൂബിലിൽ അഭിനയിക്കുന്നു. 2 സലീംകുമാറിയുടെ നാടക സമിതിയുടെ ഒരു നാടകം, പിന്നെ AR കണ്ണൻ എന്ന് പറഞ്ഞ ഒരാളുടെ കോഴിക്കോട് തിരുവനന്തപുരം സങ്കീർത്തന നാടകം. അപ്പൊ ഞങ്ങൾ രാജൻപീരിയുടെ വീട്ടിൽ തന്നെ നമ്മൾ താമസിക്കുന്നത്. ഞാൻ മണിച്ചേട്ടനെ കണ്ട ഒരു ഓർമ്മ പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. അങ്ങനെ നാടകത്തിന് പോകാൻ വേണ്ടി നമ്മൾ രാജ്യത്ത് ഇരിക്കുക. വലിയ മതിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ വീട് ചേർത്തത്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നത് ചോദിച്ചത് എന്താ നാടകം എന്നറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചാലക്കുടി നശിക്കുന്നത് പറഞ്ഞത് കേട്ടാ, ഇന്ന് അവന്റെ നാടകമാണെന്ന് പറഞ്ഞു. അവനാണ് നാടകം. അപ്പൊ അവര് നമ്മളുടെ ആത്മബന്ധത്തിന്റെ പുറത്ത് ഞാൻ കാണിച്ചു. അപ്പൊ എന്റെ ജീവിതത്തിൽ ഈ മനുഷ്യനൊന്ന് നേരിട്ട് കാണണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു. കാരണം ഭയങ്കര ഇഷ്ടമാണ്. എന്തോ നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വല്ലാത്ത ഇഷ്ടവും ഒരു സ്നേഹവും ഞാനായിട്ടൊക്കെ എനിക്ക് കാണാം. ഞങ്ങൾ രണ്ടും ഞാൻ അങ്ങനെ പറയല്ല, ഞാൻ രണ്ടുപേരുടെയും വരവ് വന്ന വഴികൾ ഏകദേശം സെമിനാരിക്ക് ഒരുപാടുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ടികൾ വന്നവരാണ്. അപ്പം ഇന്ന് അമ്മയൊക്കെ കൂടെ വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് ഇന്ന് ഞാൻ 300 രൂപ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു വേണ്ട, അമ്മ തൊഴിലുറപ്പ് ജോലിക്കാരി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ബാക്കിയുള്ള ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എന്നോട് പറഞ്ഞു 300 രൂപ പോകുന്നു പറയും. അപ്പൊ ഇന്ന് എന്നോട് പറഞ്ഞു 300 രൂപ ഇങ്ങോട്ട് വന്നേക്കാം, എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാനാണ്. അപ്പൊ അത്രയ്ക്ക് 2 മണിച്ചേട്ടൻ പറഞ്ഞ പാടത്തൊക്കെ പണിയെടുത്ത് അച്ഛൻ കരിക്കലൊക്കെ പിടിച്ചിട്ട് വന്നാണ് നമ്മുടെ നാടകക്കാരനൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് അതെപ്പോഴും തുറന്നു പറയുന്നതുകൊണ്ട് ഞങ്ങൾ നമ്മൾ എന്തെങ്കിലും സെമിനാരികൾ വല്ലാതെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും ആശിക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടെ വന്നു നാടകങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അവന്റെ നാടകം എന്ന് പറഞ്ഞു. ഈ ഇതിന്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ കരിമാടിക്കുട്ടൻ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ സൗഹൃദങ്ങളും കൂട്ടുകാരും ഒക്കെ ചെല്ലുമ്പോൾ മണിച്ചേട്ടൻ ഭയങ്കര പാട്ട് പാടുമ്പോൾ ഇവരെ പറഞ്ഞു നിന്നെ പോലാണോ നീ കിടന്ന് കാണിക്കുന്ന പോലെയൊക്കെയാണ്, നീ ഉണ്ടാകുന്ന ഭയങ്കരമായിട്ട് ഗുണം ചെയ്തതെന്നൊക്കെ പറഞ്ഞു. എനിക്ക് പേഴ്സണലി ഗുണമുണ്ട്. അപ്പൊ ഇവരെ പറഞ്ഞ ഭയങ്കര അസൂയായ അവരോട് അവർ അത്ര ഇതായിട്ട് പുള്ളി സംസാരിക്കുന്നത് പോലെ ഞാൻ ഇങ്ങനെ നാടകം കളിച്ച് അടങ്ങിയല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ നാടകം വരുന്നത് ഞാൻ ഇരുന്നൂമി വന്ന് ഇവിടുത്തെ സംഘാടനം ചെയ്യണം. ആ ചേട്ടനെ കാണുമ്പോൾ അന്ന് ആ ചേട്ടനോട് പറഞ്ഞ കാര്യം ഉണ്ടെങ്കിൽ ചേട്ടൻ മനസ്സിലാകും. പുള്ളി വിഗ് വെച്ചിരിക്കുന്നത്, ഒരു വിഗ് വെച്ചിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ സംസാരം ചേട്ടൻ വിഗാണോ ചോദിച്ചു. നമ്മുടെ കക്ഷി മേടിച്ചെന്നാന്ന് പറഞ്ഞത്. അന്ന് എൻ്റെ കുറച്ച് ഒരു 10,000 രൂപയുടെ അങ്ങനെ ഒരു തുക പറഞ്ഞു. അതിന്റെ വിഗാന്ന് പറഞ്ഞു. നമ്മൾ കറക്റ്റ് അടിപൊളിയാക്കുന്നുണ്ടെന്ന് പുള്ളി പറഞ്ഞു. ഇതല്ല 40,000 രൂപയുടെ വേറെ മേടിച്ചതെന്നോട് പറഞ്ഞു. ആ ചേട്ടൻ ഞാൻ ഉണ്ടെങ്കിൽ ഉണ്ടാകും ഓട്ടോ അത് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു മണിച്ചേട്ടൻ വരുമെന്ന് അന്ന് കലി എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് പൊള്ളാച്ചി നടക്കുക. അപ്പൊ നോട്ടീസ് കണ്ടില്ല പുള്ളി വരുമെന്ന് പറഞ്ഞു. ആ വരും എന്ന് പറഞ്ഞ സമയം മുതൽ ഞാൻ ഈ മനുഷ്യനെ കാണാൻ വേണ്ടി വരണോ എന്ന് സന്തോഷിക്കുക. ഇന്ന് പുള്ളിയുടെ മുന്നിൽ ഒരു പണി പണിയാണോ എന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ആ നാടകത്തിൽ ഗംഭീര ക്യാരക്ടറാണ്. അങ്ങനെ 7 മണിക്ക് നാടകം തുറണമെന്ന് പറഞ്ഞു. 7 മണിയായിട്ട് ഉദയത്തെ കാണുന്നില്ല. അപ്പൊ എനിക്ക് ടെൻഷനായി. ഇത് ഇന്നത്തെ നമ്മുടെ അധ്വാനം വെറുതെ ആകുമല്ലോ. ശരിക്കും അന്ന് നാടകം കളിക്കാൻ മണിച്ചേട്ടനായിട്ട് മാത്രം കളിച്ചു. ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിന് മുന്നിൽ നിന്ന് പെർഫോം ചെയ്യാമെന്നുള്ള വലിയൊരു ആഗ്രഹം. അങ്ങനെ കുറച്ച് ഒരു 7:20 തുടങ്ങിക്കോളം പറഞ്ഞ ഒരു സംഘാടനം എന്ന് പറഞ്ഞു. നാടകം തുടങ്ങി. ഞാൻ നാടകം തുടങ്ങി ഒരു 8 മിനിറ്റ് കഴിഞ്ഞില്ല എന്റെ സീനിലേക്ക് എത്തുന്നു. ഞാൻ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ നിമിഷിച്ചുണ്ട് മോള് വേറെ റമ്മിച്ച് കയറി മുമ്പിൽ ഇങ്ങനെ കുറച്ച് കളിക്കും. ഞാൻ എന്റെ കണ്ണെത്താത്ത സ്ഥലങ്ങളിലേക്ക് നോക്കിയിട്ട് ആളിനെ കാണുന്നില്ല. അപ്പൊ ഇവരെങ്കിലും ചെന്ന് എന്റെ കാര്യം പറയുമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു ശരിക്കും ഒരു പരിപാടിയൊക്കെ ചെയ്തു. എന്നും ചെയ്യുന്നതിനെ കണ്ട് കുറച്ചൊരു ആവേശമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല പെർഫോമൻസ് കാണിച്ചു. ഭയങ്കര ഗൈഡിങ്ങായിരുന്നു.
ഇടവേള ഇന്നത്തെ കാണുന്ന ഇടവേള ആ പാചകപ്പുരല്ല ഞങ്ങൾ മേക്കപ്പ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ രണ്ടുപേരും എൻ്റെ സുഹൃത്ത് പറഞ്ഞാൽ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ മുഖത്തോട് സംസാരിക്കുക. ഈ പുള്ളിയുടെ മുഖത്ത് ഞാൻ പറയുന്ന വിഷയത്തിന്റെ ഒരു സന്തോഷവും ഒരു അത്ഭുതവും ഒക്കെ അല്ല, ഞാനൊരു നിസ്സാര വിഷയമാണ് പറയുന്നത്. അപ്പൊ ഇത്രയും അത്ഭുതം ഈ പുള്ളി മുഖത്ത് കാണിക്കേണ്ട കാര്യമില്ല. കാരണം പുള്ളി കാണുക അവിടെ ഇങ്ങനെ നടന്നു വരുന്നത്. ഞാനിങ്ങനെ സംസാരിക്കുന്ന എൻ്റെ തോളെ ഒരു കൈയാണ് കൈ വന്നു. ഞാനിങ്ങനെ തിരിയുമ്പോൾ കാണുന്ന ഭയങ്കര ഒരു നെഞ്ചാണ്. അത്ര വലിയ ഉള്ളു ഞാനിങ്ങനെ തിരിഞ്ഞു ഒറ്റ പിടിയായിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ സത്യസന്ധമായി ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത്. എന്റെ മുന്നിലൂടെ കല ഇങ്ങനെ പിടിച്ച് രണ്ട് കൈ ഇങ്ങനെ എന്റെ കൈക്കകത്തോട്ട് വെച്ചപ്പോൾ ഓളം വിളിച്ച് കട്ടയുടെ കൈ പോകുന്നു അതായത് രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് പിടി പിടിച്ചിട്ട് എന്നെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. നീ എന്നതാണ് ഈ കാണിക്കുന്നത് ചോദിച്ചു. എനിക്ക് ഇതുപോലെ എന്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം സേറ്റവാടിക്ക് പോലും ഇത്ര സന്തോഷം ഉണ്ടായിരുന്നു. ചേർത്ത് പിടിച്ചു കുറേ കഥകൾ പറയാം. അത് പുള്ളിയോട് പറഞ്ഞൊരു സമയമുണ്ട്. ഇവിടെ നീ ഇങ്ങനെ മറിയുന്നത് ചാടുന്നത് കണ്ടപ്പോൾ ഞാൻ കലാഭവനിൽ എന്റെ ജീവിതമാണ് ഞാൻ ഓർത്തതെന്ന് പറഞ്ഞു. എന്നോട് ചേർത്ത് പിടിച്ചെങ്കിൽ എനിക്ക് ഫോൺ നമ്പർ എന്ന് പറഞ്ഞു. എന്നെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോണമെന്ന് പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് മൊബൈൽ ഫോൺ മേടി ഫസ്റ്റ്. എന്നൊന്നും മൊബൈലൊക്കെ നമ്മുടെ കയ്യിലില്ല. പണ്ട് ബാക്കി അവരുടെ മൊബൈലൊക്കെ അല്ലേ പൈസ കൊടുത്തൊരു മൊബൈൽ മേടിച്ച് ആദ്യത്തെ ഫോൺ ചെയ്ത് ഞാൻ ഒന്ന് വൈഫോടാണ് മറ്റേ ഫോൺ ചെയ്ത് മൊബൈൽ എന്റെ വൈഫിനോട് എന്നോട് സംസാരിച്ചു. കുറെ കാലത്തിന് ശേഷം കൊല്ലത്തിന് നാടകത്തിന് പോകുമ്പോൾ നീണ്ടകര പാലത്തിൽ ഞങ്ങളുടെ ജൂബിലിയുടെ വണ്ടി ഒരു വല്ലാതൊരു വണ്ടി പറയുന്നത് ഭയങ്കര ഫോൺ അടിക്കും. നമ്മുടെ കൂടെ ഉള്ള തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര ഫ്രണ്ടിങ് ഇരിക്കുക സ്കോർപ്പിയോ 100 നമ്പർ വണ്ടി ആയിരിക്കുന്നു. ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തെന്നാ ചോദിക്കുന്നത്. ഞാനവിടെ ഫോൺ എടുത്ത് ഇത്ര അകലെ ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ച് നീണ്ടകരയിൽ നിന്ന് കൊല്ലം അവിടെ പ്രോഗ്രാം പോവുക. അങ്ങനെ ജീവിതത്തിൽ അന്ന് ഞാൻ മനുഷ്യനെ നന്മ എന്ന് പറഞ്ഞ സിനിമ അഭിനയിക്കാൻ വേണ്ടി നമ്മുടെ ഈര എന്ന സ്ഥലത്ത് ഞാൻ പുള്ളിയുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അവിടെ വന്നപ്പോൾ ഞാൻ ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥയൊക്കെ എഴുതി. ഒരു ആനപ്പാപ്പ മണിച്ചേട്ടൻ ചെയ്യാത്ത ഒരു ഗംഭീര ക്യാരക്ടർ ഒരു ആനപ്പാപ്പന്റെ കഥാപാത്രമൊക്കെ എഴുതി ഞാൻ കൊണ്ടുവന്നു. നന്മ എന്നൊരു സിനിമയുടെ ലൊക്കേഷൻ കൊണ്ടുവന്നു. എന്നെ വിളിച്ച് സ്നേഹത്തോടെടുത്ത് അത് ചർച്ച ചെയ്തു. ഞാൻ ലുക്കൊക്കെ കുറിച്ചുണ്ട്. ഞാൻ ലുക്കൊക്കെ കുറിച്ചുണ്ട്. ഇന്ന് വരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറൊക്കെ ചെയ്തു. ആ സിനിമ ഇപ്പോഴും അതുപോലെ തന്നെ ആ കഥ അതുപോലെ തന്നെ ഉച്ചരിക്കാം. അപ്പം ഇത്രയും നാളെ കിട്ടാത്തത് വല്ലാത്ത ലോകത്ത് ഒരു സ്ഥലത്തും നമ്മൾ പറഞ്ഞാലൊക്കെ അറിയാം. ലോകത്ത് ഒരു സ്ഥലത്തും നാടക ഡയലോഗ് പറഞ്ഞ് വൈറലായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഞാനായിരുന്നു. അപ്പൊ എനിക്ക് സന്തോഷം. അത് തന്നത് എന്റെ ഫ്രാൻസിസ് ടി മാവേലിക്കരയും രാജീവ് മമ്മള്ളി എന്ന് പറഞ്ഞ അത് രണ്ടുപേരാണ്. അപ്പൊ അവരെ ഓർക്കുന്നു എല്ലാവർക്കും വേണ്ടി. അതിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടാണ്. ഇത് ഒരുപാട് പേര് നാടകം അത് 119 നാടകമേ എന്നുള്ള നാഷണൽ വിശേഷം കളിക്കാൻ പറ്റില്ല. 119 നാടകം കളിക്കുന്നതാണ് ലോക്ക്ഡൌൺ വരുന്നത്. പിന്നെ മടക്കി വെച്ചിട്ട് പിന്നെ ഇന്ന് വരെ പിന്നെ ബൈക്കിന്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് പറയുക. അത് മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കളുടെ കാൽക്കിലേക്കാണ് ഞാൻ ഈ ഡയലോഗ് വെക്കുന്നത്. ഇതിന്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ തന്ത 100 വയസ്സായി അച്ഛൻ 100 വയസ്സായി നിൽക്കുന്ന സമയത്ത് പുള്ളി കിടക്കപ്പായി കിടന്ന് മൂത്രമൊഴിക്കുമ്പോൾ മകൻ വന്ന് ചോദിക്കും എന്തൊരു പ്രായല്ല ബെഡ് എന്തായി പണിയാണെന്ന് ചോദിക്കുമ്പോൾ അല്ലടാ ഞാൻ അങ്ങനെ പറ്റിപ്പോയി അത് പറഞ്ഞു ഒഴിച്ചില്ല. അദ്ദേഹം പറയില്ല ഒഴിച്ചില്ല എന്ന് പറഞ്ഞ് ഒഴിച്ചു. നമ്മുടെ ഈ ബഷീരെല്ലാം വിളിച്ചിട്ട് മൂക്കിൽ വെച്ച് മണപ്പിക്കുമ്പോൾ മരുമകൻ അത് കണ്ടിട്ട് വന്നില്ല. എന്നെ അച്ഛനെ കൊല്ലാൻ ഒരുങ്ങാണോ ചോദിക്കുമ്പോൾ കൊല്ലാൻ ഒരുങ്ങാണോ എന്നുള്ള ചോദ്യം മകന് ചെറിയ പ്രയാസമായിട്ട് മകൻ അച്ഛനോട് ക്ഷമ പറയുമ്പോൾ അച്ഛൻ തിരിച്ചു പറയുന്നതാണ്. ഇതായി പറഞ്ഞു കേട്ടോ. ക്ഷമയല്ല ഡയലോഗ് പറഞ്ഞത്. ആരുമില്ല 100 കൊല്ലം ഉപയോഗിച്ച സാധനങ്ങളൊക്കെ അല്ലേ മക്കളെ. പിച്ചാത്തിയാണെങ്കിൽ മഴക്കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ തേയ്മാനം വരത്തില്ലേ. 101 കൊല്ലത്ത് ഊരിയ ചന്തിയല്ലേടാ പിടിക്കുന്നിടത്തേക്ക് നീക്കുകയല്ലടാ. ഒരു ഘട്ടം കഴിഞ്ഞ ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലടാ. കുടിയാൻ കൊണ്ട് ചാകാതിരുന്ന എന്തോ ചെയ്യുമെന്ന് പറ. നീറാണോ തന്നെ കടിച്ചെങ്കിൽ ചാകാതെ നോക്കുന്നവരൊക്കെ വശം കിട്ടു പോകുന്നറിയാം. എന്നാലും അവനവന്റെ മനോമൂത്രമൊക്കെ ഒരു ശീലമായി കഴിയുമ്പോ ഞങ്ങൾക്കൊന്നും അത് നാളത്തില്ല മക്കളെ. മൂത്രമാണേലും സ്വന്തമല്ലേടാ. എന്തോ ചെയ്യാനാന്ന് പറ. വേലോട്ടൊന്നും ഇരിക്കണ്ടേ. അച്ഛനൊരു അഭിപ്രായം പറയട്ടെ. ഈ പതനാപുരത്തൊരു ഗാന്ധി ഭവനുണ്ടെന്ന് കേട്ടു. പ്രായമായവരെയൊക്കെ മാന്യമായി നോക്കുന്നുണ്ടാകട്ടെ. നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് അച്ഛനെ അവിടെ കൊണ്ടുവന്ന ആക്കു മക്കളെ ചത്തു കഴിയുമ്പോ
എന്നെ എന്റെ കുട്ടനാട്ടെ കൊണ്ട് കത്തിച്ച് കളയാൻ പറയണേ. എന്റെ അച്ഛനും അമ്മയ്ക്ക് എരിഞ്ഞടങ്ങിയ മണ്ണല്ലേ, നിങ്ങളുടെ പെറ്റതള്ള ഉറങ്ങുന്ന മണ്ണല്ലേടി. അച്ഛനിപ്പോ മേലറിയാവുന്ന ദൈവങ്ങളോടൊക്കെ എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയുമോ? എന്റെ ഈ ആയുസ് എന്റെ മക്കൾക്ക് കൊടുക്കല്ലേ തമ്പുരാനെ. എന്തിനാ